ഉറപ്പായിട്ടും അതെ. നമ്മുടെ ഗാനഗന്ധർവൻ നമ്മുടെ ദാസങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു പാട്ട്, അങ്ങനെ തന്നെ പറയാം. നമുക്ക് ഗിഫ്റ്റ് ചെയ്തൊരു പാട്ടാണ്. ഏതൊരു അടിച്ചുപൊളി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഈ പാട്ടില്ലാതെ നമ്മൾ കടന്നു പോവാറില്ല. അങ്ങനെ നമ്മുടെ അറിയാതെ ഇങ്ങനെ കാണിക്കാൻ തോന്നും, അങ്ങനെ പലതും തോന്നും. അതെ, അങ്ങനെയൊക്കെ തോന്നുന്ന മതങ്ങൾ ഇത് എത്ര പ്രാവശ്യം പെർഫോം ചെയ്തിട്ടുണ്ട് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇഷ്ടം പോലെ ഡാൻസ് സ്റ്റെപ്സ് റെഡി ആയിരുന്നു. ഒരുപാട് തവണ സെബ ചേച്ചി പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി പെർഫോം ചെയ്തിട്ടുണ്ട് ധാരാളം. അപ്പൊ ഈ പാട്ട് പാടാൻ ഇപ്പൊ എത്തുന്നത് നമ്മുടെ എസ്തർ കുട്ടിയാണ്. വിളിച്ചാലോ? ആരാന്ന് നമുക്ക് മനസ്സിലായി ഏത് പാട്ടാണെന്ന്. അതെ, ഏത് പാട്ടാന്ന് പ്രേക്ഷകർക്ക് വന്നിട്ട് എസ്തർ കുട്ടി പറയുമായിരിക്കുമല്ലേ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം എസ്തർ ഓൺ സ്റ്റേജ്. ഇത് ആരായി പറഞ്ഞേ? വേഷം കൂടെ കിടമ്പോ മനസ്സിലായി നമുക്ക്. ആ തലേല് കണ്ടോ? അതെ, കൊള്ളലിന്ന് കലക്കാൻ വേണ്ടി വന്നേക്കാണല്ലോ. എന്താണ് തിളക്കം? കംപ്ലീറ്റ് മിന്നലാണ്. ആ പാട്ട് ഏതാന്ന് പറഞ്ഞേക്ക്. കൊറേ മിനിറ്റ് ഇങ്ങനെ പൊക്കി പൊക്കി പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട, എല്ലാരും ഡാൻസ് ചെയ്യിപ്പിക്കണ പാട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പ്രേക്ഷകർക്കും കൂടി ഇത് അറിയണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഈ മിനിറ്റ് ഇങ്ങനെ ഹൈപ്പ് കൊടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ ഏതാണ് ആ പാട്ട്? ഏത് പാട്ടാ? ഒരു മധുരക്കിനാവ്. മോളൊക്കെ എന്തൊക്കെയാ അറിയാ ദാസങ്ങളിനെ കുറിച്ച്? ഞാൻ കുഞ്ഞായിരുന്നപ്പോ. ഇപ്പോഴും കുഞ്ഞല്ലേ? ഇത്തിരി കുഞ്ഞായിരുന്നപ്പോ അമ്മ എനിക്ക് ഒരു പാട്ട് പാടിയിട്ടാണ് എന്നൊക്കെ അടുത്ത് ഓർക്കാം. അതേത് പാട്ടാ? താലോല സിനിമയിലെ കണ്ണേ ഉറങ്ങുറങ്ങ്. അപ്പൊ ഞാൻ കരയാണെങ്കിൽ അമ്മ എനിക്ക് ആ പാട്ട് പാടിത്തരും. അമ്മ പാടിത്തരുമായിരുന്നു അല്ലേ? അമ്മയുടെ അടുത്ത് മൈക്കുണ്ടോ? ചേച്ചിക്ക് തോന്നിയത് ആ റൂട്ടാ വരാൻ പോകുന്നത്. അപ്പൊ തന്നെ ഇങ്ങനെ പാടിക്കോളൂ, ആ ഓർമ്മകൾ നൈവർക്കിക്കോളൂ. കൊച്ചിനെ ഉറക്കിയിരുന്ന ദാസേട്ടന് സ്പെഷ്യലായിട്ട് ലിറിക്സ് ഒന്നും ഓർമ്മയില്ല. അറിയുന്ന ലിറിക്സ് സ്വന്തമായിട്ട് പാടി കൊടുക്കുന്നത് ആരിരാരോ ആരിരാരം ആരിരാരോ ആരിരാരോ ആരിരാരം ആരിരാരോ കണ്ണേയുറങ്ങുറങ്ങ് പൊന്നോമന കുഞ്ഞേയുറങ്ങുറങ്ങ് കണ്ണനെ കണ്ടുകണ്ട് മുത്തുറങ്ങ്. അങ്ങനെ ഉറങ്ങിയില്ലല്ലോ. എന്ത് നന്നായിട്ട് അമ്മ പറഞ്ഞേ. പിന്നെ എങ്ങനെ ഉറങ്ങാണ്ടിരിക്കും? പാടും, പക്ഷെ അമ്മയ്ക്ക് പേടിയാണല്ലേ? അതെനിക്ക് തോന്നി ആ റൂട്ടിലേക്ക് വന്നപ്പോ തന്നെ അവിടെ ഞെരിപിരി കൊള്ളാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽസ് കേൾക്കാം. സിനിമ കാണാമറയത്ത്, ഇയർ 1984, മ്യൂസിക് ശ്യാം സാർ, ലിറിക്സ് ബിച്ചു തിരുമല സാർ, സിംഗർ ദാസങ്കള്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. യെസ്.
ചെല്ലകടിയേ. താങ്ക് യു. എന്താ ഡാൻസ്, അതെ കോറിയോഗ്രാഫ് സ്റ്റെപ്പ് സഹിതം. കുട്ടി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു റൗണ്ടിൽ വന്നിട്ട് കരഞ്ഞിട്ട് പോയി ഇവിടുന്ന്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു ഇതൊരു എക്സ്പീരിയൻസ് മാത്രമാണ്, ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇനിയുള്ള റൗണ്ടൊക്കെ കലക്കും മോള് എന്ന് പറഞ്ഞു. പറഞ്ഞില്ലേ മോളെ? യെസ്, പെർഫെക്റ്റ് ആയിട്ട് പാടുകയും ചെയ്തു, പെർഫെക്റ്റ് ആയിട്ട് ഡാൻസ് ചെയ്തു. എന്തൊരു ഗ്രേസ്ഫുൾ മൂവ്മെന്റാ. പഠിപ്പിച്ചു തന്നെ ഞാൻ ഒറിജിനൽ നോക്കിയിട്ടും പഠിച്ച്, പിന്നെ പുതിയ വെർഷൻ ഉണ്ടായില്ലോ. സ്വന്തമായിട്ട് ചെയ്യും. സെൽഫ് കോറിയോഗ്രാഫ് ഇല്ല ഇല്ല, അമ്മ പറഞ്ഞു പുതിയ ഇതിൽ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ സജഷൻ തന്നു. അതായത് സ്റ്റേജ് മുഴുവനും യൂട്ടിലൈസ് ചെയ്തു. ആ തുള്ളി തുള്ളി അങ്ങ് പോയി. ഞാൻ വിചാരിച്ചതേ ഇത്രയൊക്കെ ഡാൻസ് ചെയ്തിട്ട് എന്റെ പാട്ടിനെ ബാധിക്കുമെന്ന് ഇല്ല, വിചാരിച്ചില്ല. ഒരിക്കലും ഇല്ല. കുറച്ച് സാധാരണ പിള്ളേര് ഡാൻസ് ചെയ്യണ പോലെയല്ല, കുറച്ച് മേലൊക്കെ നനങ്ങി നന്നായിട്ട് ചാടിയൊക്കെ ചാടിയൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പാടാനായിട്ട് ഇങ്ങനെ അല്ല, അവള് വളരെ ഡാൻസ് അറിയാം. അവള് പാട്ട് വന്നപ്പോ ഫോക്കസ് ചെയ്ത് അതെ അതെ പാടി. പാട്ടിന് തൊട്ട് മുമ്പുള്ള BGM വരുമ്പോഴത്തേക്കും ചെറു ആനൊക്കെ ഒന്ന് കുറയ്ക്കും. എന്തായാലും കലക്കി വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് മോള്. അതെ 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 താങ്ക് യു. പെർഫോമർ. യെസ്. അല്ല, നല്ല ഷേപ്പ് അപ്പ് ചെയ്ത് വരും ഇനി. ഇൻ ഫ്യൂച്ചർ ഷീൽ ബി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, ഐ എം ഷുവർ. നല്ലൊരു പെർഫോമർ കൂടി. അതെ, സിംഗർ മാത്രമല്ല, നല്ലൊരു പെർഫോമർ. സ്റ്റേജിൽ നമ്മുടെ ടോപ്പ് സിംഗറിൽ ഇപ്പൊ എല്ലാ സിംഗേഴ്സും ബ്യൂട്ടിഫുൾ സിംഗേഴ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ ഡാൻസേഴ്സ് ആസ് വെൽ. എന്താന്നറിയില്ല, ഈ വർഷം പറഞ്ഞപ്പോ എന്താ ഇങ്ങനെ നല്ലല്ലേ ഇങ്ങനെ നിക്കാതെ പോട്ടെ. മീനുന്റെ കഴിവാ. അതെ 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 അതെ. അത് മാത്രല്ല ഉണ്ട്, ഞങ്ങൾ ഒരു കാര്യം കൂടെ, ഈ പാട്ട് സെബ ചേച്ചി പെർഫോം ചെയ്യുന്നത് നമ്മൾ അധികം കണ്ടിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടാളും കൂടി ഇന്ന് ടോപ്പ് സിംഗറിന്റെ സ്റ്റേജിൽ ഇന്ന് ഉറപ്പായിട്ട് സ്പെഷ്യൽ ആണ്. ഒരുമിച്ച് പാടാം. ആ, ഒരുമിച്ച് പാടാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാടാം. ഞാൻ സ്റ്റെപ്പ് കാണിച്ചാ. അധരം അമൃത ജലശേഖരം നയനം മദന ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരും പൂഞ്ചുരുൾ ചായൽ എന്തൊരു മാതം എന്തൊരാവേശം ഒന്ന് പുൽക ഒന്നാകുവാ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞു ആയിരമാശകളാലൊരു പൊൻവലമേ തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. ദാസേട്ട അത് കണ്ടില്ലേ, ദാസന്റെ പിറന്നാളിന് പ്രമാണിച്ച് കുട്ടികളെ എൻജോയ് ചെയ്ത് ദാസന്റെ പാട്ടുകൾ ഇവിടെ പാടുന്നതും. അത് മാത്രല്ല, ഈ ദാസേട്ടന്റെ ഈ റൗണ്ട് വന്നേ പിന്നെ കുട്ടികൾക്കൊക്കെ ഫുൾ മാർക്കാ ഭൂരിഭാഗം. എല്ലാവരും സെഞ്ചുറി അടിക്കാൻ തുടങ്ങി. അതെ അതെ പാട്ടുകൾ പാടുമ്പോൾ. അതെ അതെ അതെ. അപ്പൊ എന്തായാലും നമ്മുടെ എസ്തർ കുട്ടിക്ക് ഇനി 100-ൽ കുറഞ്ഞൊരു മാർക്കില്ല. അത്രയും നന്നായിട്ട് പാടി, നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പൊ പോരട്ടെ, ഒരു 100 out of 100. കൂടെ മധുരമഴ. ചേച്ചി സ്റ്റേജിലേക്ക് വരുന്നു. വായോ എസ്തർ കുട്ടിയുടെ അമ്മേ, വായോ. പാട്ടുപാടി ഉറക്കിയ സ്ഥിതിക്ക് വരണം. കാരണം അന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ, ഉണ്ണിയങ്ങൾ പറഞ്ഞ എപ്പിസോഡില്, അതില് ചേച്ചിയും ഭയങ്കര വിഷമിച്ചാ പോയെ, മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഹാപ്പി അല്ലേ? കണ്ണൊക്കെ ഒന്ന് നനഞ്ഞോ? സന്തോഷം, ആനന്ദാശ്രു. ആനന്ദാശ്രു. അപ്പൊ താങ്ക് യു ചേച്ചി, താങ്ക് യു എസ്തർ കുട്ടി.